അതിശക്തമായ വചനാഭിഷേകമുള്ള വിക്ടർ ബ്രദറിനെ കുറിച്ച് ഡാനിയേലച്ചൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ ബ്രദർ വിക്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇനി കുറച്ചാൾ കഴിയുമ്പോൾ കേൾക്കും. വിക്ടർ ബ്രദർ ആലപ്പുഴ രൂപതയിൽ ജനിച്ചു വളർന്ന് കൊച്ചിയിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരനാണ്, ഒരു അൽമായ ശുശ്രൂഷകനാണ്. അപ്പൊ ഈ അദ്ദേഹം ബ്രദർ വിക്ടറിന്റെ ഒരു പ്രത്യേകത, ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, ഈ നാളുകൾ കഴിഞ്ഞൊരു 100 വർഷത്തെ ചരിത്രം എടുത്താൽ ഇത്രയും ദൈവവചനം ഒരാളിൽ നിറഞ്ഞ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരാളെ കുറിച്ച്. അതായത് ഇത്രയും ബ്രദർ വിക്ടറിൽ നിറഞ്ഞതുപോലെ. ഞാൻ അദ്ദേഹത്തിന്റെ ടോക്ക് കേട്ടിട്ടുണ്ട്, ഓഡിയോ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അതായത് ഒരു വചനത്തിൽ നിന്ന്, അതായത് ഒരു മണിക്കൂർ ബ്രദർ വിക്ടർ സംസാരിച്ചാൽ 300, 350, 360 വചനങ്ങൾ ഒരു മണിക്കൂറിൽ പറയും. നോക്കി പറയല്ല, ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകും. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകുന്ന ആ കണക്ഷൻ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അതൊരു അഭിഷേകമാണ്. അത് ദൈവവചനം വായിച്ച് അദ്ദേഹത്തിന് കിട്ടിയ അഭിഷേകം, അദ്ദേഹത്തിന് ആ കൃപ കിട്ടിയത് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ലോയർ. വീട്ടിൽ അദ്ദേഹത്തിന്റെ ഗാർഡനിൽ ബാർ ഉണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരും വൈകുന്നേരം വരും, കുടിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഒരിക്കലൊരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന്റെ കുമ്പസാരത്തിന്റെ ദിവസമായി. കുമ്പസാരിക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. അതുകൊണ്ട് ഭാര്യയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഒരു മാതാവിന്റെ ഗ്രോട്ടമുണ്ട് താഴത്തെ നിലയിൽ. ആ മാതാവിന്റെ ഗ്രോട്ടോടെ അവിടെ മാറി ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി മറഞ്ഞിരുന്നു. നല്ല സ്ഥലമല്ലേ മാതാവിന്റെ ഗ്രോട്ടോ പാത്തിരിക്കാൻ, അല്ലേ? ഒരുമാതിരി ബോധമുള്ള ആരെങ്കിലും പോയി ഇരിക്കുവോ? അവിടെ പോയിരുന്നു, ഒളിച്ചിരുന്നാണ്. അവിടെ പോയി മാതാവിന്റെ ഗ്രോട്ടോയുടെ അടിയിൽ പോയി പാത്തിരുന്നു. ആ മാതാവിന്റെ രൂപത്തിൽ നിന്ന് ഒരു പ്രകാശം വന്ന് അടിച്ചു. വലിയ അനുതാപം ഉണ്ടായി. വലിയ അനുതാപത്തോടെ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട് തപ്പി നടക്കാണ്. അപ്പൊ ഇതുവരെ കുമ്പസാര എവിടാന്ന് അന്വേഷിക്കാത്തത് കൊണ്ട് കണ്ടില്ല. തപ്പി നടന്ന് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഈ കുമ്പസാരിക്കാം. അപ്പൊ പറഞ്ഞു, കുമ്പസാരിക്കാനല്ലേ പോയ താഴെ? ഞാൻ കുമ്പസാരിച്ചില്ല, എനിക്ക് കുമ്പസാരിക്കണം. കുമ്പസാരിച്ചു. വർഷങ്ങളുടെ പാപം മുഴുവൻ ഏറ്റു പറഞ്ഞു, വിശുദ്ധീകരിക്കപ്പെട്ടു. ഒരു നിർമ്മലനായ കുഞ്ഞിനെ പോലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. മുറിക്കകത്ത് കയറി കതകിന് കുറ്റിയിടുമ്പോ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം മാത്രം എത്തിച്ചു തരിക. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് കൂട്ടുകാരെങ്കിലും ചോദിച്ചാൽ ഞാൻ നാട്ടിലില്ലെന്ന് പറയുക. ഞാൻ വചനം വായിക്കാൻ പോവാണ്. അങ്ങനെ ബ്രദർ വിക്ടർ മുറിക്കകത്തിരുന്ന് ബൈബിൾ വായിച്ചത് 1.5 വർഷം, 18 മാസങ്ങൾ. 18 മാസം കഴിഞ്ഞ് ഈ ബൈബിൾ വായന കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറത്തിറങ്ങുമ്പോ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുമ്പോ അവിടെ പള്ളിയുടെ മുറ്റത്ത് പൈശാചിക ബാധയുള്ളവൻ റോഡിൽ പിശാചി വിട്ട് നിലത്ത് വീഴുമായിരുന്നു. അതായിരുന്നു പവർ. അതായത് മനസ്സിലായോ? ഒരു വ്യക്തിയിൽ വചനം നിറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ ദൈവശക്തി വെളിപ്പെട്ടു എന്നത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഇദ്ദേഹത്തിന്റെ ഓഡിയോ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ. എനിക്കൊരാൾ ഒരിക്കൽ കൊണ്ടുതന്നു ഈ ബ്രദർ വിക്ടറിന്റെ പ്രസംഗം. ഭയങ്കര വാക്ചാതുരിയുള്ള മനുഷ്യനൊന്നുമല്ല, മറിച്ച് ഒരു വചനത്തിൽ നിന്ന് അടുത്ത വചനത്തിലേക്ക് പോകാൻ ആത്മാവ് കൊടുത്തൊരു കണക്ഷൻ. ദാറ്റ് ഈസ് അമേസിങ്. അത് വേറെ ഒരാളിലും ഞാൻ കണ്ടിട്ടില്ല, അതുപോലൊരു കണക്ഷൻ. അപ്പൊ ഈ വചനത്തിന്റെ ഒരു അഭിഷേകം. ഈ അൽമായ സഹോദരൻ 10 വർഷമേ അദ്ദേഹം ശുശ്രൂഷ ചെയ്തുള്ളൂ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60ാമത്തെ വയസ്സിൽ മരിച്ചു. ഹൈദരാബാദിലെ ഒരു വീട്ടിൽ വെച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം കിടന്ന് മരിച്ച, അദ്ദേഹം ആ വീട്ടിൽ ഒരു കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. അദ്ദേഹം മരിച്ച ആ വീട്ടിലെ അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോ അവര് പറഞ്ഞു, ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു അവര്, അദ്ദേഹം മരിച്ച ദിവസത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുന്നത്. 10 വർഷം ശുശ്രൂഷ ചെയ്തുള്ളൂ, 10 വർഷം. മനസ്സിലായോ എന്താ സംഭവിച്ചേ? ഈ വചനം കണ്ട ഒരു അൽമായ സഹോദരന്റെ മേൽ, നിങ്ങളെപ്പോലെ ഒരു സാധാരണ അൽമായന്റെ മേൽ ദൈവവചനം ഇറങ്ങി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമ്മളിൽ ദൈവശക്തി വ്യാപരിക്കുമെന്ന് നമ്മൾ ഓർത്തോണം. അതുകൊണ്ട് ദൈവവചനം അസാധാരണമായ ദൈവകൃപ കൊണ്ടുവന്ന് തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.